എല്ലാവർക്കും നമസ്കാരം. ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് ദേവി ഭാഗവതം എന്ന ഗ്രന്ഥത്തെക്കുറിച്ചാണ്. സകല സൃഷ്ടിയുടെയും മാതാവായ ആദിപരാശക്തിയുടെ മഹിമയും ലീലകളും വിവരിക്കുന്ന ഒരു അതിപവിത്രമായ ഗ്രന്ഥമാണ് ദേവി ഭാഗവതം. 12 സ്കന്ധങ്ങളായാണ് വിഭജിച്ചിരിക്കുന്നത്. ഏകദേശം 18,000 ശ്ലോകങ്ങൾ ഇതിൽ ഉൾപ്പെടുന്നു. ഈ ഗ്രന്ഥത്തിൽ ദേവിയെ പരബ്രഹ്മമായി വിശേഷിപ്പിക്കുന്നു. സകല ദേവന്മാരുടെയും ശക്തി ദേവിയിൽ നിന്നാണ് ഉദ്ഭവിക്കുന്നതെന്ന് ഇത് പറയുന്നു. ഭക്തി, ആത്മവിശ്വാസം, ദൈവവിശ്വാസം, ധാർമ്മിക ജീവിതം എന്നിവയാണ് ഈ ഗ്രന്ഥം നമ്മെ പഠിപ്പിക്കുന്നത്. ആദ്യ സ്കന്ധത്തിൽ എങ്ങനെ ഈ ഗ്രന്ഥം രൂപം കൊണ്ടു എന്നത് വളരെ മനോഹരമായി വിവരിക്കുന്നു. സകല സൃഷ്ടിയുടെയും ആധാരമായ ആദിപരാശക്തിയുടെ മഹിമ വിവരിക്കുന്ന മഹാപുരാണമാണ് ദേവി ഭാഗവതം. ഇന്ന് ആരംഭിക്കുന്നത് ദേവി ഭാഗവതത്തിൻ്റെ ആദ്യ സ്കന്ധമാണ്. പഴയ കാലങ്ങളിൽ മഹർഷികൾ ദൈവതത്വത്തെക്കുറിച്ച് അറിവ് നേടുവാൻ യാഗങ്ങളും തപസ്സുകളും ചെയ്തു. അങ്ങനെ ഒരിക്കൽ മഹർഷികൾ ഒരുമിച്ച് കൂടി സൂത മഹർഷിയോട് ചോദിച്ചു, ഈ ലോകത്തിൻ്റെ സൃഷ്ടിയും നിലനിൽപ്പും അവരുടേതാണ്, ആരാണ് പരമസത്യം? അപ്പോൾ സൂത മഹർഷി അവർക്ക് ദേവിയുടെ മഹിമ വിവരിക്കാൻ തുടങ്ങി. സൂതൻ പറഞ്ഞു, ഈ ലോകത്തിലെ എല്ലാം ആദിപരാശക്തിയായ ദേവിയുടെ ഇച്ഛയാലാണ് നടക്കുന്നത്. ബ്രഹ്മാവും വിഷ്ണു ഭഗവാനും ശിവഭഗവാനും പോലും ദേവിയുടെ ശക്തിയാൽ പ്രവർത്തിക്കുന്നു. ദേവി തന്നെയാണ് സൃഷ്ടി, സ്ഥിതി, സംഹാരം നടത്തുന്നത്. ദേവി പരമശക്തിയാണ്. ഭക്തിയിലൂടെ ദൈവത്തെ അറിയാം. എല്ലാത്തിനും പിന്നിൽ ദൈവശക്തിയുണ്ട്. ജീവിതത്തിൽ പ്രശ്നങ്ങൾ വന്നാലും ദേവിയിലുള്ള വിശ്വാസം നമ്മെ രക്ഷിക്കുന്നു. ഇനി വരുന്ന ഭാഗങ്ങളിൽ ബ്രഹ്മാവിനും വിഷ്ണു ഭഗവാനും ഇടയിൽ സംഭവിച്ച അത്ഭുതകരമായ സംഭവങ്ങളും ദേവിയുടെ ലീലകളും കാണാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ദേവിയുടെ അനുഗ്രഹം ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത ഭാഗത്തിൽ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.